മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടക്കര പാലേമാട് പെട്രോൾ അടിച്ചതിന്റെ പണം ആവശ്യപ്പെട്ട പമ്പ് ജീവനക്കാരിയെ ക്രൂരമായി മർദ്ദിച്ച യുവാവ്. എടക്കര പാലേമാട് പെട്രോൾ പമ്പിലാണ് സംഭവം. ബൈക്കിൽ പെട്രോൾ അടിച്ചതിന്റെ പണം ചോദിച്ചതിനെ തുടർന്നാണ് യുവാവ് പ്രകോപിതനായത്. ബന്ധുവായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുളായി ചെട്ടി സ്വദേശി തെക്കുംപുറത്ത് ജമാലുദ്ദീനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ കാസർഗോഡ് വെച്ച് പിടികൂടിയത്. വഴിക്കടവ് പഞ്ചായത്തിൽ KSEB നടത്തുന്ന അപ്രഖ്യാപിത കരണ്ട് കട്ടിനെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ K ഷാജുവിനെ ഉപരോധിച്ചു. മരണത്തെ പോക്കറ്റിലിട്ട് അങ്ങാടിയിലൂടെ ഒരു ഉലാത്തൽ. അരീക്കോട് ഒതായിൽ അങ്ങാടിയിലെത്തിയവർ കണ്ടുനിന്നവരുടെ ചോര മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരു അതിഥി തൊഴിലാളിയാണ് കൊടും വിഷമുള്ള അണലിയെ യാതൊരു കൂസലുമില്ലാതെ പോക്കറ്റിലിട്ട് ചായ കുടിക്കാൻ കടയിലെത്തിയത്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചു. കഠിനമായ ചൂടിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് നടപടി. വാർത്തകൾ വിശദമായി. എടക്കര പാലേമാട് പെട്രോൾ അടിച്ചതിന്റെ പണം ആവശ്യപ്പെട്ട പമ്പ് ജീവനക്കാരിയെ ക്രൂരമായി മർദ്ദിച്ച യുവാവ്. എടക്കര പാലേമാട് പെട്രോൾ പമ്പിലാണ് സംഭവം. ബൈക്കിൽ പെട്രോൾ അടിച്ചതിന്റെ പണം ചോദിച്ചതിനെ തുടർന്നാണ് യുവാവ് പ്രകോപിതനായത്. ബൈക്കിൽ പെട്രോൾ അടിച്ചതിന്റെ പണം ചോദിച്ചതിനെ തുടർന്നാണ് യുവാവ് പ്രകോപിതനായത്. മർദ്ദനത്തിൽ പരിക്കേറ്റ പാലേമാട് സ്വദേശി എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കര പാലേമാടുള്ള പെട്രോൾ പമ്പിൽ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ എത്തിയതാണ് യുവാവ്. പമ്പിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റോസമ്മ പെട്രോൾ അടിച്ച ശേഷം പണം ആവശ്യപ്പെട്ടു. പണം നൽകാതെ ഇയാൾ തട്ടിക്കയറുകയായിരുന്നു എന്നാണ് പെട്രോൾ പമ്പ് അധികൃതർ പറയുന്നത്. റോസമ്മയെ അസഭ്യം പറഞ്ഞതോടെ വാക്കേറ്റമായി. തുടർന്നായിരുന്നു മർദ്ദനം. പമ്പിലെ മറ്റ് ജീവനക്കാർ ഓടിയെത്തിയാണ് യുവാവിനെ പിടിച്ചു മാറ്റിയത്. കഴുത്തിന് പരിക്കേറ്റ റോസമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വഴിക്കടവ് സ്വദേശിനെതിരെ എടക്കര പോലീസ് കേസെടുത്തു. ബന്ധുവായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുളായി ചെട്ടി സ്വദേശി തെക്കുംപുറത്ത് ജമാലുദ്ദീനെയാണ് നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ കാസർഗോഡ് വെച്ച് പിടികൂടിയത്. 2017 ഏപ്രിൽ 23-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വാക്കുതർക്കത്തെ തുടർന്ന് ബന്ധുവായ ആലുങ്ങൽ ഹസീനയെ പ്രതി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി 2 വർഷത്തോളമായി കാസർഗോഡ് മംഗലാപുരം അതിർത്തിയിൽ മഞ്ചേശ്വരം പൈവെളികെ എന്ന സ്ഥലത്ത് ടാപ്പിംഗ് തൊഴിലാളിയായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് ആഴ്ചകളോളം തോട്ടം മേഖലകളിൽ നിരീക്ഷണം നടത്തിയ ശേഷമാണ് പോലീസിന് പ്രതിയെ പിടികൂടുവാനായത്. ഡാൻസർ പങ്കുകളായ സുനിൽ പമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, നിബിൻ ദാസ് ടി, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വഴിക്കടവ് പഞ്ചായത്തിൽ KSEB നടത്തുന്ന അപ്രഖ്യാപിത കരണ്ട് കട്ടിനെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ K ഷാജുവിനെ ഉപരോധിച്ചു. ഇവിടെ വലിയ പ്രയാസം പൊതുജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്, കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കാതെ വൈദ്യുതി നിയന്ത്രണം നടത്തുന്ന ഒരു നിലപാട് എല്ലാ ഭാഗങ്ങളിലും, സംസ്ഥാനം ഒട്ടാകെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. എന്നാൽ വഴിക്കടവ് പഞ്ചായത്തിന്റെ പലയിടത്തായിട്ട് എല്ലാ ഭാഗങ്ങളിലും വലിയ കുറച്ച് സമയം അധികം എടുത്തുകൊണ്ടുള്ള ലോഡ് ഷെഡിങ്, കറണ്ട് കട്ട് നടത്തുകയാണ്. അപ്പോൾ അത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും വ്യാപാരികൾക്കും
എന്ന് വേണ്ട രോഗികൾക്കും എല്ലാവരും വലിയ പ്രയാസം ഇതുകൊണ്ട് അനുഭവിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം, ജാഫർ പുലിയോടൻ, പി കെ റജീബ്, കെ ഗോപിനാഥൻ, പി ടി ഉസ്മാൻ, കെ ആർ ബാബു, പി നടരാജൻ, ഫ്രാൻസിസ് കാരിയാടി, പി കെ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. മരണത്തെ പോക്കറ്റിലിട്ട് അങ്ങാടിയിലൂടെ ഒരു ഉലാത്തൽ. അരീക്കോട് ഒതായിൽ അങ്ങാടിയിലെത്തിയവർ കണ്ടത് കണ്ടുനിന്നവരുടെ ചോര മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരു അതിഥി തൊഴിലാളിയാണ് കൊടും വിഷമുള്ള അണലിയെ യാതൊരു കൂസലുമില്ലാതെ പോക്കറ്റിലിട്ട് ചായ കുടിക്കാൻ കടയിലെത്തിയത്. ഈ ചെങ്ങായിൻ്റെ പോക്കറ്റിലെ ഇന്ത്യക്കാരനാണ് ഒരു പാമ്പിനെ നടക്കാമോ. ഏതോ ഒരു ലഹരിൻ്റെ തമ്മിൽ ഇവൻ ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുന്ന് ഒരാൾക്ക് സാധനം എടുത്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇവൻ പോക്കറ്റിട്ട് നടക്കുകയാണ്. 2-3 കൊത്താൻ കൊത്തിയിട്ടുണ്ട്. ഈശ്വരിട്ടാണ് അത് കൊണ്ടെടുക്കുന്നത്. ഇവന് എവിടുന്ന് കിട്ടിയതെന്നുള്ളൊരു പിടുത്തമില്ല. ആരൊന്നും പറഞ്ഞിട്ട് കേൾക്കില്ല. ഇവനതാ ഈശലുണ്ട് പക്ഷേ ഈശൊന്നും എടുക്കില്ല. ഇപ്പം നിർബന്ധിച്ച് ഇവൻ്റെ കീശന്ന് എടുക്കാൻ പറയുന്നുണ്ട്. കണ്ടോ, കൊത്തിയതാണ് അവൻ കാണിച്ചു തരുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് 2-3 കൊത്ത് കീശ കൈയിട്ടപ്പം തന്നെ കൊത്തിയിട്ടുണ്ട്. എവിടുന്ന് ഇതിന് കിട്ടിയത് അറിയില്ല. അണലി എന്തൊരു സാധനമാണ് സംഭവം. എന്നിട്ടിപ്പോൾ എടുത്ത് കാണിക്കണ്ടതിനെ ആ സാധനം നോക്കിക്കോട്ടെ. പോക്കറ്റിൽ നിന്നുണ്ടോ 2 കൊത്തിട്ട് 2-3 കൊത്തന്നെ കൊത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവ കീശയിലിട്ട് കൊണ്ടെടുക്കുകയാണ്. ഏതോ ഒരു ലഹരി, കള്ളോ കഞ്ചാവോ ഏതാന്നുള്ള അറിയില്ല. ഏതായാലും ആ കീശന്ന് എടുക്കണുണ്ടോ. കീശയിൽ കൈയിടുന്നുണ്ട്. കൈയിടുമൊക്കെ കൊത്തിൻ്റെ സാധനേ. ഇപ്പൊ കീശന്ന് ആ സാധനം എടുക്കണം. അത് നോക്കിയാണ് അതുണ്ടോ. ഇപ്പൊ ആളുകളൊക്കെ പറഞ്ഞപ്പോ അതിന് ചെറിയൊരു പേടി കുടിക്കുന്നു. ഇതുവരെ ഒരു പേടിയാനില്ലേ. ഇപ്പൊ ഏതായാലും അതിന് ചെറിയൊരു പേണ്ടാവും. കൈ കാണിച്ചു കൊടുക്കണ ചെറിയൊരു പേടി തന്നെ കുടുങ്ങിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞപ്പോ. എന്നിട്ട് പിന്നെ അടുക്കി തന്നെയാണ് കണ്ടില്ലേ പിടിക്കണത്. ആ സാധനം ചത്തിട്ടില്ല. ഏതായാലും ഇവൻ അവിടുന്ന് ആളുകളൊക്കെ കൂടിയിട്ട് അതൊരു കവറിലാക്കി, ഈശാന്ന് എടുത്തിട്ടൊരു കവറിലാക്കിയാണ്ട് പരിഭ്രാന്തരായ ആളുകൾക്കിടയിലൂടെ യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഇയാൾ പുറത്തിറങ്ങി. ഇതിനിടെ 3 തവണയെങ്കിലും പാമ്പ് ഇയാളെ കടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ കടിയേറ്റിട്ടും യാതൊരു പ്രശ്നവുമില്ലാതെ വീണ്ടും പാമ്പിനെ പോക്കറ്റിലിടുകയും പിന്നീട് റോഡിലേക്ക് എടുത്തിടുകയും ചെയ്യുന്ന ഇയാളുടെ രീതി കണ്ട് നാട്ടുകാർ അമ്പരന്നുപോയി. എന്തിനാണ് ഇയാൾ പാമ്പിനെ കൊണ്ടു നടക്കുന്നതെന്നോ മാരകമായ വിഷമുണ്ടായിട്ടും കടിയേറ്റിട്ടും ഇയാൾക്ക് ഒന്നും സംഭവിക്കാത്തത് എന്താണെന്നോ ആർക്കും മനസ്സിലായിട്ടില്ല. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഒരു വേള അരീക്കോടിനെ മുൾമുനയിൽ നിർത്തിയ ഈ പാമ്പ് മനുഷ്യൻ ഇപ്പോൾ സൈബർ ലോകത്തെ ചർച്ചാ വിഷയമാണ്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് തീരുമാനിച്ചു. കഠിനമായ ചൂടിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് നടപടി. കഠിനമായ ചൂടിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് നടപടി. അംഗനവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും. ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിക്കുന്നതാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് യാത്രയാകുന്ന തീർത്ഥാടകരുടെ യാത്രാ സൗകര്യങ്ങളും മുന്നൊരുക്കങ്ങളുടെ പുരോഗതിയും ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും യോഗം കലക്ടറുടെ ചേംബറിൽ ചേർന്നു. കരിപ്പൂർ വിമാനത്താവളം മുഖേന യാത്ര പുറപ്പെടുന്ന ഹാജിമാരുടെ ആദ്യ വിമാനം 2026 മെയ് 14 പുലർച്ചെ 12:20 പുറപ്പെടും. മെയ് 17 കരിപ്പൂരിൽ നിന്നുള്ള അവസാന വിമാനം. തീർത്ഥാടകരുടെ യാത്രയുമായി സംബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജമാക്കുന്നത്. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്.
ഓരോ വിമാനത്തിന്റെയും ലഗേജുകൾ കൈമാറുന്നതുവരെ അതാത് തീർത്ഥാടകരുടെ താൽക്കാലിക വിശ്രമത്തിന് പ്രത്യേക ഇരിപ്പിടവും സജ്ജമാക്കുന്നുണ്ട്. മുൻ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും കൂടുതൽ കാര്യക്ഷമമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഹാജിമാരുടെ സുഗമമായ യാത്ര ഉറപ്പുവരുത്തണമെന്നും കളക്ടർ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ഹജ്ജ് ഹൌസിൽ വിശ്രമം, ഭക്ഷണം, ആരോഗ്യം, നമസ്കാരം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഹാജിമാർക്കായി ഒരുക്കും. ആരോഗ്യ വകുപ്പ്, ഫയർഫോഴ്സ്, എയർപോർട്ട് അതോറിറ്റി, കസ്റ്റംസ്, എയർലൈൻസ്, CISF, എമിഗ്രേഷൻ തുടങ്ങി എയർപോർട്ടിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു. യോഗത്തിൽ ADM CS രാജേഷ്, DMO ആരോഗ്യം TK ജയന്തി, ഡെപ്യൂട്ടി DMO ആരോഗ്യം V ഫിറോസ് ഖാൻ, ആകാശ് എയർലൈൻസ് എയർപോർട്ട് മാനേജർ G ഋഷികുമാർ, എയർപോർട്ട് അതോറിറ്റി CSO ടിജോ ജോസഫ്, ജോയിന്റ് GM സുനിത വർഗീസ്, ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ C അംബുജ് കുമാർ, എയർ കസ്റ്റംസ് സൂപ്രണ്ടന്റ് KR ബിമൽ ദാസ്, CISF ഡെപ്യൂട്ടി കമാൻഡന്റ് M രാമദാസ്, RTO V ജോയ്, സിവിൽ സപ്ലൈസ് DSO AS ബീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹോമിയോ ഡോക്ടർ സാദിഖ് ഇബ്നു കരീം, കൊണ്ടോട്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ T മുരളീധരൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ, സീനിയർ ക്ലർക്ക് VP അൻസാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ AK അബ്ദുൽ സലീം, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ TK മുഹമ്മദ് ഷഫീഖ്, പോലീസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനം എടക്കരയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. ടയർ വർക്കേഴ്സ് മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ടയർ വർക്കേഴ്സ് മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കുക. അപകട സാധ്യത ഏറെ ഉള്ളതിനാൽ ജീവഹാനി വരെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുക. പകലും രാത്രിയും സേവനം അനിവാര്യമായതിനാൽ വൈദ്യുത ചാർജിൽ ഇളവ് വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സാമൂഹ്യ പുനർനിർമ്മിതിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വിഭാഗമായതിനാൽ ഈ തൊഴിലിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മേഖലയെ അവഗണിക്കാതെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സാഹചര്യവും തൊഴിലാളികളുടെ സുരക്ഷയെ മാനിച്ചും അവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലക്കാട് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി അമാനുള്ള ഉള്ളണം മുഖ്യപ്രഭാഷണം നടത്തി. അഫ്സൽ നാലകത്ത് വണ്ടൂർ അധ്യക്ഷത വഹിച്ചു. സ്ഥാപക നേതാവ് റഫീഖ് പരപ്പനങ്ങാടി, ട്രഷറർ നജമുദ്ദീൻ കക്കാട്, ജില്ലാ പ്രസിഡന്റ് കരുടൻ ചങ്ങരംകുളം, മെഹബൂബ് കാച്ചടി, അഭിലാഷ് തിരൂർ, അനിൽകുമാർ വളാഞ്ചേരി, കുഞ്ഞാൻ ചുങ്കത്തറ, രതീഷ് പാലാട്, ബാബു മുണ്ടേരി, മോഹൻ കോട്ടക്കൽ, രാമചന്ദ്രൻ നിലമ്പൂർ, സത്യൻ നടുവത്ത്, ജലീൽ വണ്ടൂർ, റഹീം കരുളായി, സൈമൺ പോൾ, അലവിക്കുട്ടി നിലമ്പൂർ, ശ്രീധരൻ മണിമൂളി, ചന്ദ്രൻ പൂക്കോട്ടുപാടം, സലീം വിളിയംതോട്, VM മാത്യൂസ് എടക്കര, സക്കീർ പനങ്കയം, ഉസൈൻ വണ്ടൂർ, ജംഷീദ് ടാണ, ചെറിയാപ്പു എരിവമുണ്ട, ഹസ്കർ വെളിയന്തോട്, അജയൻ മുണ്ടേരി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. പ്രകടനവും നടത്തി. പുതിയ ഭാരവാഹികളായി അഫ്സൽ വണ്ടൂർ പ്രസിഡന്റായും, റഹീം കരുളായി സെക്രട്ടറിയായും, രതീഷ് പാലാട് ട്രഷററായും, ബാബു മുണ്ടേരി, സക്കീർ പനങ്കയം, നാണി പാലേമാട് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും, പോൾ മാമ്പോയിൽ, ചന്ദ്രൻ പുകട്ടുപാണം, ജംഷീദ് ടാണ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. മമ്പാട് പഞ്ചായത്തിലെ ഡ്രൈനേജുകൾ വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ PWD ഓഫീസർക്ക് കത്ത് നൽകി. പ്രധാന ടൗണുകളിലെയും കോളേജ് റോഡിലെയും ഡ്രൈനേജുകൾ ചളിയും മണ്ണും വാരി വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാക്കുന്നതിന് നടപടി ഉണ്ടാവണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, ടൗൺ വാർഡ് അംഗം സഫീന കൊളശ്ശേരി, RP VT നാസർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.